കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് അങ്കമാലി റൂട്ടിലേക്ക് പോകുമ്പോൾ നമ്മളൊരു യൂസ്ഡ് കാർ ഷോറൂം ഉണ്ട്. ഇത് ഓട്ടോ പ്രോ എന്നാണ്. നമ്മൾ പ്രീ ഓൺ കാർസ് മാത്രം സ്പെഷ്യലൈസ് ചെയ്തേക്കുന്ന കുറേ കാറുകൾ ഇവിടെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ബഡ്ജറ്റ് ലെവലിലും അതേപോലെ തന്നെ നമുക്കൊരു മിഡ് ലെവലിലും കുറച്ച് സെമി ലക്ഷറി ടൈപ്പ് കാറുകൾക്കൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ വീഡിയോയിലേക്ക് നമ്മൾ പോകാൻ പോകണം. അപ്പോൾ സാധാരണ രീതിയിലൊക്കെ വ്യത്യാസമായിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ കാർസാണ് പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഷോറൂം സ്പെസിഫിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒട്ടനവധി കാറുകൾ ഇപ്പോൾ നമുക്ക് എർട്ടിഗ ആയിട്ട് എക്കോസ്പോർട്ടായിട്ടും ക്വിഡായിട്ടും വാഗണറായിട്ടും അങ്ങനെ ഒട്ടനവധി കാറുകൾ ബാക്കിലേക്കുണ്ട്. അപ്പോൾ ഇത്രയും കാറുകളുടെ ഡീറ്റെയിലേക്ക് നമുക്കൊന്ന് പോകുന്നതാണ്. നമുക്കിൻ്റെ ഓണറും അതേപോലെ തന്നെ ഇവിടുത്തെ സെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടാം. വാ. അപ്പോൾ നമ്മൾ റഫീഖിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു കൗണ്ടിങ് കാർസ്. നമ്മുടെ ചാനലിൻ്റെ പേരാണ് കൗണ്ടിങ് കാർസ്. അപ്പോൾ നമ്മളിങ്ങനെ പെരുമ്പാവൂർ വല്ലം റൂട്ടിലേക്ക് പോയപ്പോൾ നിങ്ങളുടെ ഷോറൂം ഇങ്ങനെ നോട്ട് ചെയ്ത്, അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓരോ ഡീറ്റെയിലേക്ക് ഒന്ന് പോയാലോ. ഫസ്റ്റ് നമുക്ക് വാഗണറിലേക്ക് തുടങ്ങാം. അപ്പോൾ റഫീഖ് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? ഇത് 2010 1,02,000 കിലോമീറ്റർ ഓടിയ LXi. ഇതിൻ്റെ റേറ്റ് എങ്ങനെ വന്നെ? ഇതിന് ചോദിക്കണത് 2,25,000 രൂപ. 2,25,000. ഓക്കെ. ഇത് കിഡ് അല്ലേ എന്നാണ്? ഇത് കിഡ് 2018 കിഡ് 1 ലിറ്റർ RXT 40,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർ വണ്ടി. മാനുവൽ വണ്ടി. ഇതിന്റെ റേറ്റ് എത്ര? ഇത് 3,09,000 രൂപ. 3,09,000 രൂപ. ഓക്കെ. എക്കോസ്പോർട്ട് ഇത് 2014 മോഡല് എക്കോസ്പോർട്ട് ടൈറ്റാനിയം. ഇത് നമ്മളെ വില 4,60,000 രൂപ. 60,000. പെട്രോളോ ഡീസലോ? ഡീസൽ വണ്ടി. ഓക്കെ. ഇത് ഇപ്പോൾ ഡിമാൻഡ് എങ്ങനെയുണ്ട് മാർക്കറ്റിൽ ഫോർഡിന്? കാരണം ഒരുപാട് ആൾക്കാർ സംശയമുണ്ട്. ഫോർഡ് ഇപ്പോൾ സെയിൽസ് ഒക്കെ നിർത്തിയ ടൈമല്ലേ? പക്ഷേ നല്ല എൻക്വയറി ഉള്ള വണ്ടിയാണ് എക്കോസ്പോർട്ട്. അതല്ലേ? ഓക്കെ. ഇത് എർട്ടിഗ. ഇത് നമുക്ക് ഒരുപാട് എൻക്വയറി ഉള്ള വണ്ടിയാണോ? എർട്ടിഗ 2013 മോഡൽ എർട്ടിഗ VDI. ഓക്കെ. ഇത് നമ്മളുടെ വില 4,65,000 രൂപ. 4,65,000. ഈ പറഞ്ഞ റേറ്റ് ഒക്കെ നെഗോഷ്യബിൾ ആണോ? അത് നമുക്ക് നെഗോഷ്യബിൾ ആണല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ വീഡിയോൻ്റെ അണ്ടറിൽ നിങ്ങളുടെ ഷോറൂം നമ്പർ കൊടുക്കും. ഇപ്പോൾ നമ്പറിലേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ വീഡിയോ കണ്ടാൽ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ഇനി ഏതൊക്കെ വണ്ടിയുള്ള? ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇത് 2011 മോഡൽ സ്വിഫ്റ്റ് VDI. ഓക്കെ. 1,37,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ. ഇതിന് നമ്മുടെ വില 2,60,000 രൂപ. 2,65,000. ഓക്കെ. ഇത് പോളോ 2015 കംഫർട്ട് ലൈൻ 1.5 ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പിൽ. ഇതിന്റെ വില 4,50,000 രൂപ. 4,50,000. ഓക്കെ. അത് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഉള്ളിൽ? ഇപ്പോൾ ഡുവൽ എയർ ബാഗ് ഉണ്ട്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് സിസ്റ്റം ഉണ്ട്, കംഫർട്ട് ലൈനിലെ ബാക്ക് വൈപ്പർ ഉണ്ട്. മേജർ സർവീസ് ഒക്കെ കഴിഞ്ഞ വണ്ടിയാണ്. സ്വിഫ്റ്റ് ഇത് 2010 സ്വിഫ്റ്റ് VDI സെക്കൻഡ് ഓണർഷിപ്പിൽ 1,27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന്റെ വില 2,40,000 രൂപ. 2,45,000. ഇത് 2009 മോഡൽ സ്വിഫ്റ്റ്. ഇത് VDI ഓപ്ഷൻ തന്നെ. നമ്മൾ ചോദിക്കുന്ന വില 2,25,000 രൂപ. 2,25,000. ഇതിനൊക്കെ ലോൺ അവൈലബിൾ ആണോ? അത് നമുക്ക് 2009 മോഡലോട്ട് ലോൺ ചെയ്യാൻ പറ്റും. ബാങ്ക് ലോൺ ആണോ അതോ ബാങ്ക് തേർഡ് പാർട്ടി ഫിനാൻസ് ചെയ്യാൻ പറ്റും? ഓക്കെ. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നിങ്ങൾ ചോദിക്കാറ്? അത് പാൻ കാർഡ്, ആധാർ കാർഡ്, നമുക്ക് പിന്നെ ലാൻഡ് ടാക്സിന്റെ ഒരു കോപ്പിയും വേണ്ടി വന്നാൽ സ്റ്റേറ്റ്മെന്റ്. സിബിൽ സ്കോർ എത്രയാണ്? സ്കോർ കുറവാണെങ്കിലും നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാൻ ചെയ്യാം. ഓൾട്ടോ ഇത് കേട്ടൺ 2013 ലാസ്റ്റ് കേട്ടൺ LXi സെക്കൻഡ് ഓണർഷിപ്പിൽ. നമ്മൾ ചോദിക്കുന്ന 2,15,000 രൂപ. 2,15,000. ഓക്കെ. ഓപ്ഷൻ LXi. വാഗണർ 2009 മോഡൽ. ഓക്കെ. LXi ഓപ്ഷൻ തന്നെ. ഇതിന് വില 1,65,000. ഇതിനൊക്കെ ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ടാവില്ല? ഇത് നമ്മൾ മാക്സിമം 2009 പോലെ ചെയ്യുന്നുണ്ട്. നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. ഓക്കെ, ശരി. ഓക്കെ. അപ്പോൾ ഇത് അടുത്ത വാഗണർ. ഇത് വാഗണർ 2009 തന്നെ LXi 76,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ ചോദിക്കുന്നത് 1,65. അപ്പോൾ രണ്ടും സെയിം റേറ്റ് ആണ്, വൈറ്റും അല്ലേ? ഓക്കെ. ഇത് അമേസ് അല്ലേ? അമേസ്
അമേസ് ഡീസൽ 2016 മോഡൽ 17 രജിസ്ട്രേഷൻ. ഇതിന് നമ്മൾ ചോദിക്കുന്ന വില 4,75,000 രൂപ. 4,75,000. ഇത് മറ്റേ ഓൾഡ് ഷേപ്പിൽ വന്നേക്കണല്ലേ? അതെ, ഓൾഡ് ഷേപ്പ്. ന്യൂ ഷേപ്പ് എന്നോട് വന്നേക്കണ എനിക്ക് തോന്നണം 16 ശേഷം 17. അപ്പൊ ഇത് ഏതാ മോഡൽ പറഞ്ഞ? ഇത് ഇത് 16-17 ആണ്. 16-17 ഇത് കഴിഞ്ഞിട്ടാ വന്നതാണ്. ഓക്കെ ഓക്കെ, ശരി ശരി. ഡീസലല്ലേ പറഞ്ഞ? ഡീസൽ. ഇത് ഈക്കോ അല്ലേ? ഇത് ഈക്കോ. ഈക്കോ എങ്ങനെ റേറ്റ്? ഈക്കോ 2010 സെക്കൻഡ് ഓണർഷിപ്പിൽ 1,38,000 കിലോമീറ്റർ ഓടി വണ്ടി. നമ്മൾ ചോദിക്കുന്ന വില 1,95. ഇത് 5 സീറ്ററാ 7 സീറ്ററാ? 5 സീറ്റ് AC. 5 സീറ്റ് AC. പവർ സ്റ്റിയറിംഗ് വന്നില്ല, ഈക്കോണില്ല. ശരി. ഈ ഷോറൂമിൽ ലാസ്റ്റ് വാഹനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് സ്വിഫ്റ്റ് ആണ്, വീണ്ടും സ്വിഫ്റ്റ്. ഇതിന്റെ ഡീറ്റെയിൽ എന്ന് പറയാം. 2013 സ്വിഫ്റ്റ് VDI 1,27,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ നമ്മൾ ചോദിക്കുന്ന വില 3,75,000 രൂപ. 3,75. ഓക്കെ. അപ്പോൾ ഇത്രയും നമ്മളിപ്പോൾ 17 വാഹനവും പരിചയപ്പെടുത്തിയല്ലേ? അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട എല്ലാവരും വാഹനങ്ങൾ ഇവിടുത്തെ ഷോറൂമിൽ വാങ്ങിക്കാൻ, ഈ ഷോറൂമിൽ വാഹനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ വിളിക്കുകയാണെങ്കിൽ നെഗോസിയേഷൻ കാര്യങ്ങൾ ചെയ്യാം. കൗണ്ടിങ് കാർസ് മലയാളത്തിൻ്റെ പ്രേക്ഷകരാണെന്ന് ഇതൊക്കെ പറയാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇനിയും വാഹനങ്ങൾ വരുന്നുണ്ട്. ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനിയും കാണാം. പുതിയ സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ അറിയിക്കുക. നമ്മൾ കവർ ചെയ്യാൻ വരുന്നതാണ്. നിങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തേക്കാം. എൻ്റെ നമ്പറും വീഡിയോ താഴെ തന്നെയുണ്ട്. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.